നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. രണ്ടാഴ്ചയായി കാണാനില്ലായിരുന്ന മലയാളിയെ സൗദി അറേബ്യയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. റിയാദിന് സമീപം അൽ ഖറജിലെ മുറിയിലാണ് കൊല്ലം സ്വദേശിയായിട്ടുള്ള കൊല്ലം കുരീപ്പുഴ സ്വദേശി നൌഷർ സുലൈമാന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് 51 വയസ്സാണ്. രണ്ടാഴ്ച മുമ്പ് ഇദ്ദേഹത്തെ കാണാനില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തെ കാണാനില്ല എന്ന് മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം ഇദ്ദേഹത്തിനെ കാണാനില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വാർത്തയടക്കം പ്രചരിച്ചിരുന്നു. ഇതേ തുടർന്ന് സാമൂഹിക പ്രവർത്തകരും ബന്ധുക്കളും അടക്കമുള്ളവർ ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കവെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഈ അന്വേഷണത്തിനിടയിൽ നൌഷാദിന്റെ സുഹൃത്തുക്കളായ 3 പേർ പോലീസ് കസ്റ്റഡിയിലാണ് എന്നതടക്കമുള്ള വാർത്തകളൊക്കെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത്. സുലൈമാനും ഇക്കൂട്ടത്തിൽ പെട്ടിട്ടുണ്ടാകും എന്ന ധാരണയിൽ റിയാദിലെയും അൽ ഖർജിലെയും ഒക്കെ ജയിലുകളിലൊക്കെ സാമൂഹിക പ്രവർത്തകരൊക്കെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നൌഷർ താമസിക്കുന്ന മുറിയിൽ നിന്ന് ഒരു രൂക്ഷമായിട്ടുള്ള ഗന്ധം അനുഭവപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച ആ കെട്ടിടത്തിൽ താമസിക്കുന്ന മറ്റുള്ളവർ പോലീസിനെ ഈ വിവരം അറിയിക്കുന്നത്. ഇതേ തുടർന്ന് പോലീസ് അവിടെ എത്തുകയുമായിരുന്നു. അങ്ങനെ പോലീസ് എത്തി പരിശോധന നടത്തിയപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ മുറിയിൽ ഇദ്ദേഹം ജീർണിച്ച നിലയിൽ മരണപ്പെട്ട് കിടക്കുന്ന കാര്യം കണ്ടെത്തിയത്. പോലീസും ഫോറൻസിക് വിഭാഗവും സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പാലിറ്റി അധികൃതരടക്കം ചേർന്നുകൊണ്ട് നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയെന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട്. പ്രദേശത്ത് താമസിക്കുന്ന മലയാളികൾ അടക്കമുള്ളവർ രാവിലെ തന്നെയാണ് ഈ ഒരു വാർത്ത അറിഞ്ഞത്. അതുവരെ അവർക്കും യാതൊരു ധാരണയും ഇതേക്കുറിച്ച് ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അൽ ഖർജ്, റിയാദ് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ സാമൂഹിക പ്രവർത്തകരും മറ്റ് സംഘടനാ പ്രവർത്തകങ്ങളും ദിവസങ്ങളോളമായി ഇദ്ദേഹത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മലയാളികൾക്കിടയിൽ സുപരിചിതനായിട്ടുള്ള നൌഷർ സുലൈമാൻ അടുത്തിടെ ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സ തേടിയിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് ഇദ്ദേഹത്തിന്റെ മരണകാരണം എന്നത് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. മരണകാരണം വരും ദിവസങ്ങളിൽ തന്നെ പുറത്തു വരും എന്ന് തന്നെയാണ് സാമൂഹിക പ്രവർത്തകരടക്കം അറിയിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ മരണകാരണം ഉടൻ തന്നെ പുറത്തു വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബവും. എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്നതിന്റെ വ്യക്തത നിലവിൽ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. നിലവിൽ അസുഖത്തെ തുടർന്നുള്ള മരണം തന്നെയായിരിക്കും അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ടായിരിക്കുക എന്നുള്ള നിഗമനത്തിലാണ് എല്ലാവരും. അതേസമയം പ്രവാസികൾക്ക് ഏറെ ആശങ്ക പരത്തുന്ന തരത്തിലാണ് നിലവിൽ ഹൃദയാഘാതം പോലുള്ള ശാരീരിക അസ്വസ്ഥതകൾ പലർക്കുമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദിനം പ്രതി ഒരു മലയാളിയുടെയെങ്കിലും മരണവാർത്ത ഇത്തരത്തിൽ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു എന്ന തരത്തിൽ കേൾക്കേണ്ടി വരുന്നുണ്ട്. ചിലർ നാട്ടിലേക്ക് തിരികെ എത്താൻ മണിക്കൂറുകൾ മാത്രമുള്ളപ്പോൾ ആണ് മരണപ്പെടുന്നത്. മറ്റു ചിലർ പ്രവാസ ലോകത്തേക്ക് എത്തി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അസുഖബാധിതരായി മരണപ്പെടുന്നു. വർദ്ധിച്ചു വരുന്ന ഇത്തരത്തിലുള്ള മരണസംഖ്യ പ്രവാസികളിൽ വലിയൊരു ഭയം തന്നെ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. യുവാക്കളിലെ ഹൃദയാഘാതം ആശങ്കാജനകമാം വിധം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ചില പഠനങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൃദയാഘാതം പ്രായമായവർക്ക് മാത്രമേ വരൂ എന്നതായിരുന്നു പൊതുവെയുള്ള ധാരണയെങ്കിലും ഇപ്പോൾ ഇത് 30-നും 40-നും ഒക്കെ ഇടയിലുള്ള പ്രായക്കാർക്കുമൊക്കെ ചെറുപ്പക്കാരിലടക്കം ഹൃദയാഘാതം വരുന്നുണ്ട് എന്നുള്ളത് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാണ്. സമ്മർദ്ദം, ഉറക്കമില്ലായ്മ, പുകവലി, മദ്യപാനം, പ്രമേഹം, രക്തസമ്മർദ്ദം, പൊണ്ണത്തടി തുടങ്ങിയിട്ടുള്ള നിരവധി ഘടകങ്ങളാണ് പൊതുവെ ഹൃദയാഘാതത്തിലേക്കൊക്കെ നയിക്കുന്നത്. ഹൃദയാഘാതം വരുന്നവരുടെ വർധനവിന് കാരണം നമ്മുടെ ജീവിതശൈലിയും ശീലങ്ങളിലെ മാറ്റങ്ങളും ഒക്കെ ആകാമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണശീലങ്ങൾ ഇന്ന് ആധുനിക ജീവിതശൈലിയുടെ ഭാഗം തന്നെയാണ്. ഉയർന്ന കലോറിയുള്ള പോഷകാംശമില്ലാത്ത ഫാസ്റ്റ് ഫുഡുകളോടുള്ള ആസക്തിയാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെ ഇത്തരത്തിലുള്ള അസുഖങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൂടാതെ പുകവലി, മദ്യപാനം തുടങ്ങിയിട്ടുള്ള ശീലങ്ങളും വ്യായാമമില്ലായ്മയും ഹൃദയത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നത് തന്നെയാണ്. അമിതമായിട്ടുള്ള ശരീരഭാരം ഹൃദയത്തെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ശരീരഭാരം കൂടുന്നത് രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും കൂടാൻ ഇടയാക്കുന്നുമുണ്ട്. ഇതിനാൽ തന്നെ സമീകൃത പോഷകാഹാരങ്ങളിലൂടെയും ക്രമമായിട്ടുള്ള വ്യായാമങ്ങളിലൂടെയും ആരോഗ്യകരമായിട്ടുള്ള ഭാരം നിലനിർത്തുന്നതിലൂടെയും ഒക്കെ തന്നെയാണ് ഈ ഒരു വെല്ലുവിളിയായിട്ടുള്ള ഹൃദയാഘാതം എന്ന് പറയുന്ന ഒരു അസുഖത്തെയൊക്കെ മാറ്റി നിർത്താൻ സഹായിക്കുക എന്നുള്ളതാണ്. അത് ഓരോ പ്രവാസികളും കൃത്യമായി മനസ്സിലാക്കണം. കാരണം ഏറ്റവും കൂടുതൽ ഹൃദയാഘാതം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇപ്പോൾ പ്രവാസികളിലാണ് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്.